അതെ, നമുക്ക് പുളിയൊന്നും ചേർക്കാതെ ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2-3 സ്പൂൺ തേങ്ങ എടുക്കണം. അതുപോലെ തന്നെ 2-3 ചെറുള്ളി അരിഞ്ഞത്, പിന്നെ ഒരു 3 ചെറിയ വറ്റൽമുളക്, പേരിനൊരു എരിവിനാണ് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ എരിവ് ആവശ്യമുണ്ടെങ്കിൽ അധികം ചേർക്കാം. പിന്നെ ഇതാ മൂലയ്ക്ക് ഒരു പൊട്ട് കണക്കിരിക്കുന്ന സാധനം കണ്ടോ, അത്രയും ജീരകം കേട്ടോ. പിന്നെ 2 കറിവേപ്പിലയുടെ ഇല. അപ്പോൾ ചില മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ഡോക്ടേഴ്സ് നമ്മളോട് പറയില്ലേ പുളിയൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ. അങ്ങനെ നമ്മളുടെ വീട്ടിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇങ്ങനൊരു റെസിപ്പി ഇതിനു മുന്നേ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇതിന്റെ എന്താ പറയുക, അളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാവേ. അപ്പൊ ഇതാ നമ്മുടെ കൂട്ടെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ നോർമൽ ഒരു ചമ്മന്തിപ്പൊടിയുടെ ഒക്കെ ഒരു ടെക്സ്ചറാണ്. നമുക്ക് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അത്യാവശ്യം രുചിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇത് കഴിച്ച് കഴിയുമ്പോൾ അരെ വാ അങ്ങനെ പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം നമ്മൾ പുളി ചേർത്തിട്ടില്ല കേട്ടോ. പുളി ചേർത്ത് നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ പുളി കഴിക്കാൻ പറ്റാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.